ഞാനിന്ന് വന്നിറങ്ങിയേക്കുന്നത് പലരും കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞറിയിക്കാൻ കാണിക്കാനായിട്ടുള്ള സ്ഥലത്താണ് വന്നേക്കുന്നത്. പാഞ്ചാലിമേടെന്ന് പറയും. ടൂറിസ്റ്റ് പ്ലേസാണ്. അതിൻ്റെ കവാടത്തിൽ ഞങ്ങൾ വന്നതേ ഉള്ളൂ. ഇനി മറ്റു സ്ഥലങ്ങളൊക്കെ കാണിക്കാം. ഇപ്പോൾ വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടോ, മുളങ്കാടുകളുടെ ഒരു കൂട്ടമാണ്. ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് നല്ലൊരു സ്ഥലം. അങ്ങോട്ട് കയറി പോയിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ കാണിക്കാം. നല്ല കാറ്റാണ്. അങ്ങ് മേലെ കയറി നിന്നിട്ട് പ്ലേസൊക്കെ കാണിക്കാം ഞങ്ങളെ സ്ഥലങ്ങൾ കേട്ടോ. നല്ല കുന്നും മലകളൊക്കെയാണ്. പാഞ്ചാലിമേടിൻ്റെ വേറൊരു പോർഷനല്ലേ. കുന്നും മലകൾ കണ്ടോ, എന്തേരം ഉണ്ടെന്ന് നോക്കി. ഇങ്ങനെ കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചെടികളാണ്. പാഞ്ചാലിമേട്ടെ വന്നു കയറ്റം ഇങ്ങോട്ട് കയറി അങ്ങ് കുന്നിൻ്റെ മുകളിൽ ചെല്ലണം. അവിടെ ചെന്നാലാണ് കാഴ്ചകളൊക്കെ. ഇത് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെയാണ്. കാണാൻ വന്നവരൊക്കെ ഉണ്ട്. വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. സ്വകാര്യ വ്യക്തിക്ക് അവിടെ അമ്പലമുണ്ട് അപ്പുറത്ത്. അവിടെ പോകാനൊക്കെ ആൾക്കാരെ വണ്ടി കൊടുത്തു വിടുകയുള്ളൂ. പിന്നെ ഇന്ത്യൻ സ്റ്റാഫുകൾക്കൊക്കെ വണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇവിടം വരെ ഒന്ന് കയറി വന്നു. പാഞ്ചാലി മേടെന്ന് പറഞ്ഞാൽ അതൊരു മേട് തന്നെയാണ്. അങ്ങോട്ട് കയറി പോകാം. വാ. നിന്റെ ഫോണിൽ തന്നെ അല്ല അവിടെ പോയിട്ട് ഫോണും തീരും. നിന്റെ ഫോൺ നിന്റെ പോക്കറ്റിൽ ഞാൻ വെച്ചായിരുന്നു. അവിടെ നിൽക്കാം. നിമിഷേ കുഞ്ഞ് കയറാൻ പോവാ. അവിടെ പോച്ചോ. കുഞ്ഞ കയറാവോടാ. ഇതിവിടുത്തെ ഗൈഡാണ്. അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു, എല്ലാവരും അങ്ങോട്ട് പോകുന്നു, എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്, അവിടെ എന്താ കാഴ്ചയെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് കേട്ടോ. ആരാ കുളിച്ചെന്നാ പറഞ്ഞ അവിടെ? ഇത് പാഞ്ചാലിമേടെന്ന് പറയുന്നത് തന്നെ പഞ്ചപാണ്ഡവരുടെ വനവാസകാലം ഇവിടെ വസിച്ചിരുന്നതായിട്ടാണ് വിശ്വാസം പറയുന്നത്. അവരാരാധിച്ച ദേവിയാണ് ഇവിടെ ക്ഷേത്രമൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അവര് അവിടെ ഒരു തടാകം സൃഷ്ടിച്ച് അവിടെ കുളിച്ചിട്ട് ആ മലമുകളിൽ വിശ്രമിക്കാനിരുന്ന പറയുന്നത്. അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. ഐതിഹ്യം അതാണ്. അവിടെ ഇങ്ങനെ കിടന്നുറങ്ങാൻ ഉപയോഗിച്ച് അവർക്ക് ഇരിക്കാൻ ഉപയോഗിച്ചൊക്കെ പ്ലേസൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ അടിഭാഗം, ക്ഷേത്രത്തിന്റെ അടിഭാഗത്ത് ഒരു ഗുഹയുണ്ട്. അവര് വസിച്ചിരുന്നത്. അത് ഇങ്ങോട്ടാ പോരുന്നത്, എങ്ങോട്ടാന്നറിയില്ല, അതറിയില്ല. പിന്നെ അവിടെ ഒരു ആനപ്പാറ എന്നാണ് പറയുന്നത്. ആ കുളത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് ആന പോലെ തന്നെ അത് പാഞ്ചാലി ശവിച്ച് ശിലയായി പോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. അത്ര ഉയരത്തിലാണ് അത് ആന പോലെ തന്നെ നിൽക്കുന്നത് അവിടെ. അങ്ങനെയാണ് വിശ്വാസങ്ങളാണ്. ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോട്ടെ. ഞങ്ങളുടെ ഗൈഡാണോ പോകുന്നത്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒന്നാണ് അവിടെ താഴെ കാണുന്നുണ്ടോ.
ഇനി ബോട്ടിങ് സർവീസൊക്കെ അവിടെ ചെയ്യാൻ പോവാണ്. എല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട്, ഇവർ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഒരുപാട് ഐതിഹ്യ കഥകളൊക്കെ ഉണ്ട് ഇതിന്. അവർ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം ആ റോപ്പ് വഴി പോയ ആൾക്കാർ കണ്ട് അവിടെ ചെന്നിട്ട് അതുകൊണ്ട് ആ കാണുന്നുണ്ട്, അവിടെ ചെന്നിട്ട് അവർ ഇറങ്ങി കഴിയുമ്പോൾ അവരെ ജീപ്പിന് ആ മലയുടെ മുകളിൽ കൂടെ ഇപ്പുറത്ത് കൊണ്ടുവരും. അതിന് പോയതാണ് ആ ജീപ്പ്. ഇത് താഴെ കണ്ടോ, ആ വരുന്ന ജീപ്പ് കണ്ടോ. അപ്പോൾ ഇവിടുന്ന് പോയ 3-4 പേര് അവിടെ ചെന്നിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്ന സ്ഥലമാണ്. എന്ത് ഭംഗിയാണെന്നറിയാം. ഇതൊക്കെ വന്ന് കാണണം എല്ലാവരും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്നൊക്കെ നിങ്ങൾ വെളിരാജ്യത്തിരിക്കുന്നവർ കാണുന്നവരുണ്ടായിരിക്കും, വീട്ടിലിരുന്ന് കാണുന്നവരുണ്ടായിരിക്കും. ഹൈറേഞ്ചുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതൊക്കെ നല്ലൊരു പ്ലേസാണ്, ഇങ്ങനെ ഉണ്ടെന്ന് പറയും. പക്ഷേ വിദേശത്തു നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഭാഷ പോലും അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഇവിടെ വന്നത്. ഇതൊക്കെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിക്കും, എന്ത് ഭംഗിയാണെന്നറിയോ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് അങ്ങോട്ട് ഇച്ചിരി അവിടെ നീങ്ങി നിന്ന് നോക്കാം. നല്ല കാറ്റും